ഗുഡ് ഈവനിങ് ടു ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6th സെം ഇൻകം ടാക്സ് ആൻഡ് GSTയുടെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സെറ്റ് ഓഫ് ലോസസ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസിനെ കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം ഈ ഒരു സെറ്റ് ഓഫ് ലോസസ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്. ഓക്കെ, ഈ സെറ്റ് ഓഫ് ലോസസ് എന്ന് പറയുമ്പോൾ നമുക്കുണ്ടായ ലോസ് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, അത് സെയിം ഹെഡിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള ഹെഡിൽ നിന്നോ എമൗണ്ട്സ് എടുത്തിട്ട് എന്ത് ചെയ്യുക, ആ ലോസിന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. അത് സെയിം ഇയറിൽ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നെക്സ്റ്റ് ഇയേഴ്സിലോട്ട് എന്ത് ചെയ്യുക, ക്യാരി ഫോർവേഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ആ വർഷങ്ങളിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യുക. അതാണ് ഈ ഒരു സെറ്റ് ഓഫ് ലോസസ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് മിസ്റ്റർ എ ഫർണിഷ് ദി ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ്, കമ്പ്യൂട്ട് ഹീസ് ടോട്ടൽ ഇൻകം ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 2024-25. മിസ്റ്റർ എയുടെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നത്? ആദ്യം നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം കാണണം. അതിൽ നിന്ന് സെക്ഷൻ 80C to 80U വരെയുള്ള ഡിഡക്ഷൻസ് ലെസ് ചെയ്തിട്ടാണ് നമ്മൾ ടോട്ടൽ ഇൻകം കാണേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്ഷൻസ് ഒന്നും പഠിക്കാത്തതുകൊണ്ട് നമ്മൾ ഇതുവരെ നമ്മൾ പഠിച്ചത് സെറ്റ് ഓഫ് ലോസസ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ് അല്ലേ. ഓക്കെ, അപ്പോൾ അതിൽ വെച്ചിട്ട് നമുക്ക് 5 ഹെഡ്സ് ഓഫ് ഇൻകം തന്നിട്ടുണ്ടായിരിക്കും. ഇതിൽ നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് ഉണ്ടായിരിക്കും, ലോസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് എല്ലാം ആഡ് ചെയ്യണം, ലോസസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. എന്നിട്ട് വരുന്ന 5 ഹെഡ്സ് ഓഫ് ഇൻകം ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അതിനുശേഷമാണ് നമ്മൾ എന്ത് കാണേണ്ടത്, ടോട്ടൽ ഇൻകം കാണേണ്ടത്. ഓക്കെ, 5 ഹെഡ്സ് ഓഫ് ഇൻകം എന്ന് പറയുമ്പോൾ ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻസ് ആൻഡ് അതർ ഇൻകംസ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റത്തെ ഹെഡായിട്ടുള്ള ടാക്സബിൾ ഇൻകം ഫ്രം സാലറിയിൽ 2,40,000. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ 3 ഹൗസാണുള്ളത്, ഹൗസ് എ, ഹൗസ് ബി, ഹൗസ് സി. ഓക്കെ, എയിൽ മാത്രമാണ് പ്രോഫിറ്റ് ഉള്ളത്, ബാക്കി 2 എണ്ണത്തിൽ എന്താണുള്ളത്, ലോസ് ആണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, പിന്നെ ബിസിനസ് ഇൻകം മൂന്നാമത്തെ ഹെഡിൽ നിന്ന് പ്രോഫിറ്റ് ഫ്രം ബിസിനസ്, കറൻറ്റ് ഇയർ ഡിപ്രീസിയേഷൻ, സ്പെക്കുലേഷൻ പ്രോഫിറ്റ്. ഓക്കെ, പിന്നെ ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറയുമ്പോൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും ഉണ്ട്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും ഉണ്ട്. ഓക്കെ, പിന്നെ ഇനി പറയുന്നത് ഫോളോയിങ് ലോസസ് ഹാവ് ബീൻ ബ്രോട്ട് ഫോർവേഡ് ഫ്രം ദി പ്രിസീഡിങ്സ് ഇയർ. അതായത് തൊട്ട് മുന്നേയുള്ള വർഷങ്ങളിൽ നമ്മൾ ഈ വർഷത്തോട്ട് ബ്രോട്ട് ഫോർവേഡ് ചെയ്ത ഐറ്റംസ് ആണ് ഇനി പറയുന്നത്. ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ഉണ്ടായിട്ടുണ്ട് 12,000, ബിസിനസ് ലോസ് ഉണ്ടായിട്ടുണ്ട് 8,000, പിന്നെ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 12,000. ഓക്കെ, അപ്പോൾ ഇത്രയും ലോസസ് ആണ് നമുക്ക് ബ്രോട്ട് ഫോർവേഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്, ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് സൊല്യൂഷൻ നോക്കാം. കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം മിസ്റ്റർ എ ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 2024-25. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ഹെഡായിരുന്നു ഇൻകം ഫ്രം സാലറി 2,40,000, 2,40,000. ഈ സാലറിയിൽ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് നഷ്ടമൊന്നും സംഭവിക്കാനില്ല, അത് ഫിക്സഡ് ആയിട്ടുള്ളൊരു എമൗണ്ട് ആയിരിക്കും കേട്ടോ. അതാണ് ഇവിടെ വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്ത. ഓക്കെ, ഇൻകം ഫ്രം സാലറി 2,40,000. ഹൗസ് പ്രോപ്പർട്ടിയാണ് രണ്ടാമത്തെ ഹെഡിൽ വരുന്നത്. അപ്പോൾ ഇവിടെ 3 ഹൗസാണ് പറഞ്ഞിട്ടുള്ളത്, ഹൗസ് എ, ഹൗസ് ബി, ഹൗസ് സി. ഓക്കെ, 3 ഹൗസാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഹൗസ് എയിൽ മാത്രമാണ് നമുക്ക് പ്രോഫിറ്റ് ഉള്ളത്, ബാക്കി 2 ഹൗസ് ബി ആൻഡ് ഹൗസ് സിയിൽ നമുക്കിവിടെ ലോസ് ആണ് സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ 45,000 അതായത് പ്രോഫിറ്റിൽ നിന്നും ബാക്കി 2 എണ്ണം ഉണ്ടല്ലോ ഈ ലോസ് 30,000, 5,000 അത് നമുക്ക് എന്ത് ചെയ്യണം, ലെസ് ചെയ്ത് കളയണം. ഓക്കെ, അപ്പോൾ 45,000 45,000 നിന്നും ഈ 30,000, 5,000 കൂടെ ആഡ് ചെയ്താൽ 35,000 രൂപ നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്ത് കളയണം. ഓക്കെ, അപ്പോൾ ബാക്കി 10,000 രൂപ വരും. ഓക്കെ, പിന്നെ ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്, ബ്രോഡ് ഫോർവേഡ് ചെയ്ത്, അതായത് തൊട്ട് മുന്നേയുള്ള വർഷങ്ങളിൽ നിന്ന് ഈ വർഷത്തിലോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ബ്രോഡ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അത് എത്രയാണ് ചെയ്തിട്ടുള്ളത്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 12,000. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യണം, ഈ 10,000 നിന്നും ഈ 12,000 ലെസ് ചെയ്ത് കളയണം. ഓക്കെ, അപ്പോൾ ബാക്കി 2,000 ആണ് ഇവിടെ ലോസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി നമുക്ക് എന്തില്ല, ഇൻകം ഇല്ല. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് ഇൻകം ഫ്രം ബിസിനസ്, മൂന്നാമത്തെ ഹെഡ്. ഇൻകം ഫ്രം ബിസിനസ്സിൽ ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് എന്ത്, പ്രോഫിറ്റ് ഫ്രം ബിസിനസ് എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. 1,50,000 രൂപയാണ് ഇവിടെ പ്രോഫിറ്റ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 1,50,000 രൂപയാണ് ഇവിടെ പ്രോഫിറ്റ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇവിടെ ഡിപ്രീസിയേഷൻ, കറൻറ്റ് ഇയർ ഡിപ്രീസിയേഷൻ പറയുന്നുണ്ട് 5,000 രൂപ. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യണം, ലെസ് ചെയ്ത് കളയണം. ഓക്കെ, ഡിപ്രീസിയേഷൻ 5,000 രൂപ നമ്മളിവിടെ ലെസ് ചെയ്തു. അപ്പോൾ 1,45,000, 1,45,000 രൂപ. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിവിടെ എന്ത്
ചെയ്യാനുണ്ട്? ബ്രോഡ് ഫോർ, അതായത് ലോസ് സംഭവിച്ചിട്ടുണ്ട്, ബിസിനസ് ലോസ്. നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് തൊട്ട് മുന്നേയുള്ള വർഷങ്ങളിലായിട്ട് നമുക്ക് എന്ത് ബിസിനസ്സിൽ ലോസ് സംഭവിച്ചിട്ടുണ്ട്. അത് ഈ വർഷത്തിലോട്ട് അവരെന്ത് ചെയ്തു? ക്യാരി ഫോർവേഡ് ചെയ്തു 8000 രൂപ. അപ്പോൾ ഈ 8000 രൂപ നമുക്കിത് എന്ത് ചെയ്യണം? ലെസ് ചെയ്ത് കളയണം. ഓക്കെ, അപ്പോൾ ഇവിടെ 1,45,000 നിന്നും ഈ ഒരു ബിസിനസ് ലോസ് ബ്രോഡ് ഫോർവേഡ് ചെയ്ത് 8000 രൂപ നമ്മൾ ലെസ് ചെയ്യുമ്പോൾ നമുക്ക് 1,37,000 രൂപ കിട്ടും. ഓക്കെ, ഈ 1,37,000 രൂപയ്ക്ക് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ബിസിനസ്സിൻ്റെ അണ്ടറിൽ തന്നെ സ്പെക്കുലേഷൻ പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഇവിടെ സ്പെക്കുലേഷൻ ലോസ് സംഭവിച്ചിട്ടില്ല. അവരെന്താണെങ്കിൽ ഫോർവേഡ് ബ്രോഡ് ഫോർവേഡ് ചെയ്തിട്ടും ഇല്ല. ഓക്കെ, അപ്പോൾ ഈ സ്പെക്കുലേഷൻ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 1,37,000 പ്ലസ് 6,000 ഈക്വൽ ടു 1,43,000. ഓക്കെ, അതായത് 1,37,000 നമ്മൾ ഈ ഒരു സ്പെക്കുലേഷൻ പ്രോഫിറ്റ് ആയുള്ള 6,000 രൂപ ആഡ് ചെയ്യണം. അപ്പോൾ 43,000 രൂപ കിട്ടും. അതാണ് ഇൻകം ഫ്രം ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്യാപിറ്റൽ ഗെയിൻ, 4ാമത്തെ ഹെഡ് ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിൻ്റെ കേസിൽ ഇവിടെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും ഉണ്ടായിട്ടുണ്ട്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ക്യാപിറ്റൽ ഗെയിനിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയാണ് സംഭവിച്ചിട്ടുള്ളത്? 14,000 രൂപയാണ് ഇവിടെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിന് സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, 14,000 രൂപ അത് ഫിക്സഡ് ആണ്. കാരണം എന്താ, ഇവിടെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് സംഭവിച്ചിട്ടില്ലല്ലോ. ഓക്കെ, ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് സംഭവിച്ചാൽ മാത്രമേ ഈ ഒരു ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ എമൗണ്ടിൽ വ്യത്യാസം വരത്തുള്ളൂ. കാരണം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ അവിടെ ലോസ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ആ എമൗണ്ട് നമുക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിന് 14,000 രൂപയാണ് നമ്മൾ ഇങ്ങോട്ട് എടുത്തത്. കാരണം ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ഇല്ല. ഓക്കെ, പക്ഷെ ഇവിടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും ഉണ്ട്, അതുപോലെ തന്നെ ലോങ് ടേം ക്യാപിറ്റൽ എന്തുകൊണ്ട്? ലോസും ഉണ്ട്. ഓക്കെ, ലോങ് ടേം ക്യാപിറ്റൽ ലോസ് എന്ന് പറയുന്നത് 12,000 രൂപയാണ്. കണ്ടോ, 12,000 രൂപയാണ് ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ആയിട്ട് ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് 7,000 രൂപയും ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ബ്രോഡ് ഫോർവേഡ് ഔട്ട് ചെയ്ത് 12,000 രൂപയാണ്. ഓക്കെ, അപ്പോൾ ഈ 7,000 നിന്നും 12,000 മൈനസ് ചെയ്താൽ ബാക്കി 5,000 രൂപ. അത് നമുക്ക് എന്ത് ചെയ്യാനുള്ളതാണ്? ക്യാരി ഫോർവേഡ് ചെയ്യാനുള്ളതാണ് നെക്സ്റ്റ് ഇയറിലോട്ട്. അതാണത് ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ക്യാരി ഫോർവേഡ് 5,000 രൂപ. ഓക്കെ, അപ്പോൾ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് എന്തില്ല, ഈ ഒരു ലോങ് ടേം ക്യാപിറ്റലിൻ്റെ കേസിലും നമുക്ക് അങ്ങനെ പ്രോഫിറ്റ് ഇല്ല. ഷോർട്ട് ടേം ക്യാപിറ്റലിൽ മാത്രമേ അവിടെ ഇൻകം കിട്ടുന്നുള്ളൂ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഈ കിട്ടിയ ഐറ്റംസ് എല്ലാം കൂടെ ആഡ് ചെയ്യണം. 2,40,000 നമ്മുടെ സാലറിയിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ എന്തുണ്ടായിരുന്നില്ല? നമുക്ക് ഇൻകം ഒന്നും ഉണ്ടായിരുന്നില്ല. അത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 2,000 പിന്നെ ഉണ്ടാവുകയാണ് ചെയ്തത്. ഓക്കെ, ഇൻകം ഫ്രം ബിസിനസ്സിൽ 1,43,000 രൂപ ഇൻകം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിനിൽ ഷോർട്ട് ടേം ക്യാപിറ്റലിൽ ഉണ്ടായിരുന്നു എന്ത്? പ്രോഫിറ്റ് 14,000 രൂപ. അപ്പോൾ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3,97,000 രൂപ കിട്ടും. ഓക്കെ, ഇതാണ് എന്ത് പറഞ്ഞത്? ഗ്രോസ് ടോട്ടൽ ഇൻകം ബീയിങ് ടോട്ടൽ ഇൻകം. ഓക്കെ, ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. അതായത് ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, 5 ഹെഡ്സ് ഓഫ് ഇൻകം ഇവിടെ തന്നിട്ടുണ്ട്. ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ്, ക്യാപിറ്റൽ ഗെയിൻസ്. ഓക്കെ, അതർ ഇൻകം ഇല്ല കേട്ടോ, 4 ഹെഡത്തെ ഇൻകം മാത്രമേ ഇവിടെ തന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഇൻകം ഫ്രം സാലറി എന്ന് പറഞ്ഞിട്ട് അത് എടുത്തെഴുതി. ഇവിടെ പ്രത്യേകിച്ച് നഷ്ടമൊന്നും വരാനില്ല, അപ്പോൾ നേരിട്ട് എമൗണ്ട് ഇങ്ങോട്ട് എടുത്ത് എഴുതി. ഓക്കെ, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ കേസിൽ ഇവിടെ 3 ഹൗസ് തന്നിട്ടുണ്ട്. അതിലൊരു ഹൗസിന് മാത്രമേ എന്തുള്ളൂ? പ്രോഫിറ്റ് ഉള്ളൂ. ബാക്കി 2 ഹൗസിന് എന്താണുള്ളത്? ലോസ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പ്രോഫിറ്റിൽ നിന്ന് ഈ 2 ലോസ് നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ഈ 10,000 രൂപ കിട്ടുന്നത്. ഓക്കെ, പിന്നെ ക്വസ്റ്റ്യനിൽ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അവരെന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഈ വർഷത്തിന് തൊട്ട് മുന്നേയുള്ള വർഷങ്ങളിലായിട്ട് എന്ത് സംഭവിച്ചിട്ടുണ്ട്? അവിടെ ഒരു ലോസ് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലോസ് സംഭവിക്കുമ്പോൾ ആ ലോസ് നമ്മൾ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ 10,000 രൂപയായിരുന്നു നമുക്ക് ഈ ഒരു പ്രോഫിറ്റ് കിട്ടിയെന്ന്, പ്രോഫിറ്റിൽ നിന്നും ലോസ് മൈനസ് ചെയ്തപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന എമൗണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെയാണെങ്കിൽ 12,000 രൂപയാണ് എന്ത് പറഞ്ഞത്? ഹൗസ് പ്രോപ്പർട്ടി ലോസ് എന്ന് പറയുന്നത്. അവർ ക്യാരി ഫോർവേഡ് ബ്രോഡ് ഫോർവേഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 12,000 രൂപ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് എമൗണ്ടാണ് കിട്ടുക. ഓക്കെ, ഇനിയും 2,000 രൂപ നമ്മൾ അതിലോട്ട് ഫോർവേഡ് ചെയ്യാനാണ്, ആ ലോസ് നികത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യും? ഇനിയുള്ള വർഷങ്ങളിലോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യും. അതാണ് ഈ 2,000 എന്ന് പറയുന്നത്. ഓക്കെ, ലോസ് ക്യാരി ഫോർവേഡ് 2,000. ഓക്കെ, അങ്ങനെ 2 ഹെഡ് പറഞ്ഞു. ഇനി ഇൻകം ഫ്രം ബിസിനസ് ആണ്. ഇൻകം ഫ്രം ബിസിനസ്സിൻ്റെ കേസിൽ ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പ്രോഫിറ്റിൽ നിന്നും ഈ കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യണം? ലെസ് ചെയ്ത് കളയണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1,45,000 രൂപ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ലോസ്
1,45,000 രൂപ നമുക്ക് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്തപ്പോൾ കിട്ടി. പിന്നെ ഇവിടെ നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്ത്, നമുക്ക് കുറച്ച് മുന്നേ ഉള്ള വർഷങ്ങളിലായിട്ട് ബിസിനസ് ലോസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവരിങ്ങോട്ട് ബ്രോഡ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്, ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ട് 8,000 രൂപ. ഓക്കെ, അപ്പോൾ അതും നമുക്ക് എന്ത് ചെയ്യണം, ലെസ് ചെയ്ത് കളയണം. അങ്ങനെ അതും നമ്മൾ ലെസ് ചെയ്ത് കളഞ്ഞു. അങ്ങനെ കിട്ടിയതാണ് 1,37,000 രൂപ. പിന്നെ സ്പെക്കുലേഷൻ പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്, അത് നമ്മൾ ആഡ് ചെയ്യണം 6,000 രൂപ. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 1,43,000 രൂപ. ഓക്കെ, പിന്നെ ലാസ്റ്റ് ഹെഡാണ് ക്യാപിറ്റൽ ഗെയിൻ. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ലാസ്റ്റ് ഹെഡ്. ക്യാപിറ്റൽ ഗെയിൻ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും ഉണ്ടായിട്ടുണ്ട്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് കാലം മുന്നേ ആയിട്ട് നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ലോസ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ എമൗണ്ട് ഇങ്ങോട്ട് ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് എന്ത് ചെയ്യാനുള്ളതാണ്, നമ്മുടെ ഇൻകം ആണത്. അതാണിത്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 14,000 രൂപ നമ്മുടെ ഇൻകം ആണ്. ഓക്കെ, പിന്നെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഇവിടെ 7,000 രൂപ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഇവിടെ ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. എത്ര രൂപ, 12,000 രൂപ. അപ്പോൾ ഇവിടെ 7,000-ൽ നിന്നും 12,000 പോകുമ്പോൾ -5,000 ആണ് നമുക്ക് ഇനി ക്യാരി ഫോർവേഡ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, അതാണ് ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ക്യാരി ഫോർവേഡ് 5,000 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലോങ് ടേമിൽ നമുക്ക് എന്തില്ല, ലോങ് ടേം ക്യാപിറ്റലിൽ നമുക്ക് എന്തില്ല, ഇൻകം ഇല്ല, നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാനുള്ള ലോസ് ആണ് സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് വന്ന ഇൻകംസ് ഒക്കെ ഉണ്ടല്ലോ, അത് നമ്മളെല്ലാം കൂടെ ആഡ് ചെയ്യുക. 2,40,000, 1,43,000 ആൻഡ് 14,000. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 3,97,000 രൂപ കിട്ടും. ഇതാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം ബീങ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ പ്രോബ്ലംസ്. ഇതുപോലെയായിരിക്കും ഈ ഒരു പോർഷന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടായിരിക്കുക. ഇതിൽ കൂടുതൽ വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. ഞാൻ ഒരു ക്വസ്റ്റ്യനും കൂടെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഈ പറഞ്ഞ കാര്യത്തിൽ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്